ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രത്തിന്റെ തകർപ്പൻ തമിഴ് വിജയമായിരുന്നു മൗനം സമ്മതം എന്ന മമ്മൂട്ടിയുടെ പ്രഥമ തമിഴ് ചിത്രത്തിന് വഴിയൊരുക്കിയത്. CBI ഡയറിക്കുറിപ്പ് ഒരുക്കിയ കെ മധു, SN സ്വാമി മമ്മൂട്ടി ടീമിനെ തന്നെയായിരുന്നു കോളിവുഡ് നിർമ്മാതാവ് കോവൈ ചരൺ തമിഴിലേക്ക് ക്ഷണിച്ചത്. മൗനം സമ്മതത്തിന്റെ ഷൂട്ടിംഗ് AVM സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കെയാണ് മറ്റ് ചിത്രങ്ങളുടെ തിരക്കുമായി മദ്രാസിലെ ഹോട്ടലിൽ കഴിയുന്ന കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു ഫോൺ കോൾ വന്നത്. മമ്മൂട്ടി 2 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുമെന്നും മമ്മൂട്ടിയോട് തമിഴ് സിനിമയിൽ അഭിനയിക്കരുതെന്നും അതിന് ഇവിടെ തമിഴ് മക്കൾ ഉണ്ടെന്നും പറഞ്ഞ് തമിഴിലുള്ള വധഭീഷണി. കൊച്ചിൻ ഹനീഫ ഉടനെ AVM സ്റ്റുഡിയോയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ അടുത്തെത്തി. അവിടെ മമ്മൂട്ടിയുടെ സമീപം സംവിധായകൻ പ്രിയദർശനും നിർമ്മാതാവ് മേനക സുരേഷ് കുമാറും ഇരിക്കുന്നുണ്ട്. കൊച്ചിൻ ഹനീഫ മമ്മൂട്ടിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയതും മമ്മൂട്ടി ഹനീഫയോട് പറഞ്ഞു, എന്നെ ആരോ വധിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു അല്ലേ? അത് ഞാൻ ഇന്നലെ അറിഞ്ഞിരിക്കുന്നു. അത് കേൾക്കലും ഹനീഫ പറഞ്ഞു, ഇതൊന്നും നിസ്സാരമായി കാണരുത്. തമിഴിൽ സംസാരിച്ചവൻ യഥാർത്ഥ ഗുണ്ടയായിരിക്കും. ഇത് കേട്ട മമ്മൂട്ടി പ്രിയനെയും സുരേഷിനെയും നോക്കി ചോദിച്ചു, ശരിയാണോ സുരേഷെ, അയാൾ അത്ര വലിയ ഗുണ്ടയായിരിക്കുമോ എന്നും പറഞ്ഞ് അവർ 3 പേരും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. പ്രിയദർശനും സുരേഷ് കുമാറും മമ്മൂട്ടിയും കൂടി കൊച്ചിൻ ഹനീഫയെ കബളിപ്പിക്കാൻ പ്ലാൻ ചെയ്ത ഒരു വധഭീഷണിയായിരുന്നു അത്.